നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് പുതുവത്സരമാണ്. നമ്മുടെ ചെറുവാളൂർ പാടശേഖരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം. ഇതിലൊക്കെ കാമടങ്ങി എന്ന് പറയൂലേ, കാമടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 ദിവസം കൊണ്ട് കൊയ്യാം. ഇത് ഉമയാണേ. ഇത് ശ്രേയ. പിന്നെ കുറച്ച് വിത്ത്, കൂട്ടുവിത്ത് കുറച്ച് എടുത്തായിരുന്നു. കതിര് കണ്ടു തുടങ്ങി. അതൊരു പ്രത്യേകം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അത് കതിര് ചാടി തന്നെ ഉണ്ട്. അത് കതിര് ഇത്തിരി ലേശം കൂടുതൽ കതിര് ചാട്ടുള്ള ഒരു വിത്താണ്. അപ്പോൾ കുറച്ചത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പൊക്കമുണ്ട്. കുറച്ച് കിട്ടിയാലും മതി, നമുക്കത് വിത്തിനെടുക്കാമല്ലോ. നല്ല നീളമുണ്ട്. പ്രത്യേകം വിത്തിട്ട് എടുത്തതാണ്. കൂട്ടുവിത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ്. പൊക്കമുള്ള ഐറ്റംസാണ്. അതിലുള്ളത് തിരഞ്ഞെടുത്ത് അത് വീണ്ടും നമുക്ക് വിത്താക്കണം. കുറേശ്ശെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത് കൂടുതലാക്കി എടുക്കാം. അപ്പം അത് കതിര് കാണുന്നുള്ളൂ. അത് മറ്റുള്ള ഈ ശ്രേയനയിലും നല്ല പൊക്കമുണ്ട് ഈ സാധനത്തിന്. ഇത് ശ്രേയ, പക്ഷേ ശ്രേയനയിലും പൊക്കമുണ്ട്. ശരിക്കും നമ്മുടെ ഒരു ഷോൾഡറിൻ്റെ അടുത്ത് അത്രയും പൊക്കമുണ്ട് നെല്ലിന്. വളം കുറവുണ്ട്. അപ്പോൾ അതിൽ ഈ നമ്മൾ സെപ്പറേറ്റായിട്ട് എടുത്തേക്കണ ഒരു മോട്ടർ ഷെഡിൻ്റെ സൈഡിൽ നമ്മൾ പരീക്ഷിച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ശ്രേയയുടെ 2-3 നാമ്പും കൂടി അതിൽ വന്നു. അപ്പോൾ അത് കതിര് കണ്ടു. അതിനെ കണ്ടോ, അത് ഒരു ചെറിയൊരു ഞാറ് ഉണ്ടായാൽ മതി അതിൻ്റെ ഇനം വ്യത്യാസം വന്നിട്ടില്ല. അതിന് ഒരു 2-3 ഞാറ് അതിൽ കൂടി വന്നു. അപ്പോഴാണ് അത് പൊക്കം കുറവായിട്ട് കണ്ടത്. അത് നേരത്തെ ആവും, മറ്റേതായിട്ടില്ല. അതാവണുള്ളൂ. പിന്നെ പ്രത്യേക ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ മോട്ടർ ഷെഡിൽ ഒരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട്. ആണ് എൻ്റെ മോട്ടർ ഷെഡ്. മോട്ടർ ഷെഡ് പണിതപ്പോൾ ഇത്തിരി വിശാലമായിട്ട് പണിതു. ഗവൺമെൻറ് നമുക്ക് എല്ലാ സബ്സിഡിയും തന്നിട്ടുണ്ട്. പുതിയ അതിഥി വേറൊന്നുമല്ല, കുറച്ച് തേനീച്ചയാണ്. എന്തായാലും പിണക്കണില്ല, കാരണം പിണക്കിയാൽ നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. എന്തായാലും 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊയ്ത്തിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മഴയായിരുന്നു.
നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുണ്ടോൻ കൃഷിയാണ്, രണ്ടാം വിള. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൂപ്പ് ഇറക്കണം. കഴിഞ്ഞ തവണ ഒത്തിരി നഷ്ടമായിരുന്നു, എങ്കിൽ കൂടി ഇത്തവണ വീണ്ടും ഇറക്കാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ തവണ പകുതിയേ ചെയ്തുള്ളൂ, ഇത്തവണ മുഴുവൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. നെൽകൃഷി ലാഭമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒറ്റപ്പലയായിട്ട് ചെയ്യുമ്പോൾ, അതായത് ഒന്നോ രണ്ടോ പേര് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള കിളി കീടൊക്കെ നമ്മുടെ കയ്യിൽ വരും. അത് അവരോട് ഇത്തവണ 120 ദിവസത്തെ വിത്താണ് ഇട്ടേക്കണേ. അപ്പോൾ അതുകൊണ്ട് മഴ വരില്ല, മെഷീൻ ഇറങ്ങാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടാവും. കാരണം കൈക്കൊയ്ത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമില്ല. അതെന്ന് വെച്ചാൽ കൂലിക്കാശ് കൂടും. മെഷീനാകുമ്പോൾ നമുക്ക് കൂലിച്ചെലവ് കുറയും, അതാണ് ഉദ്ദേശം. ഇത്തവണത്തെ 120 ദിവസം ആകുമ്പോൾ പെട്ടെന്നാവും. ഒരു കഴിഞ്ഞ തവണയൊക്കെ 150 ദിവസത്തെ ഒക്കെയാണ് വിത്തിട്ടത്. ഇപ്പോൾ 30 ദിവസത്തെ വ്യത്യാസം ഉണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം. തൊട്ടപ്പുറത്തെ പാടം അത് സാബുവിൻ്റെ. ഇവിടെ ലേശം പച്ചപ്പായി വരുന്നുള്ളൂ, എന്നാലും ഏകദേശം ആവും. ഇപ്പോൾ വെയിൽ കൊണ്ടൊക്കെ റെഡിയാവും. ഒരിത്തിരി വ്യത്യാസമുണ്ട് ഇതിന്. ഇന്ന് 1-ാം തീയതിയാണ്, 2021. കഴിഞ്ഞ തവണ പകുതി ചെയ്തത് ഇത്തവണ മുഴുവൻ ചെയ്യണം. ഒരുപാടൊന്നുമില്ല, 71 സെൻറ് ഉണ്ട്. മോട്ടർ, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാമല്ലോ. അത് അടുത്ത തവണ ഇടുന്നത് 55 ദിവസം ആകുമ്പോൾ കതിര് കാണാം. കഴിഞ്ഞ തവണ വിതച്ച് അതപ്പോൾ കുറച്ച് ഇരണ്ടയൊക്കെ കൊണ്ടുപോയി. ഇത്തവണ നടിയിൽ തന്നെ ആക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കൊയ്ത് 10 ദിവസം കഴിയുമ്പോൾ വിത്തിടും, അതാണ് ഉദ്ദേശിച്ചേക്കണേ. പിന്നെ പറിച്ച് നടും. കഴിഞ്ഞ തവണ ബംഗാളികൾ കുറവായിരുന്നു. ഇത്തവണ ബംഗാളി എന്ന് പറയാൻ പാടില്ല, അതിഥി തൊഴിലാളികൾ ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം ടീമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കൃഷി ഇറക്കണം. അത് കറക്റ്റ് 100 ദിവസമാകുമ്പോൾ നമുക്ക് കൊയ്യാം. 55 ദിവസമാകുമ്പോൾ നമുക്ക് കതിര് കാണും. അപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്നാവും. ഓക്കേ. പിന്നെ ഇപ്പോൾ രജിസ്ട്രേഷൻ ആദ്യം പറഞ്ഞായിരുന്നു, രജിസ്ട്രേഷൻ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ വീണ്ടും ശ്രദ്ധിക്കുക, വീണ്ടും പേപ്പറിലൊക്കെ വീണ്ടും വന്നിരുന്നു രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പറുകളൊന്നും കൃഷിഭവനിൽ കൊടുക്കണ്ട. കാരണം നമുക്ക് മില്ല് അലോട്ട്മെൻറ്റ് ചെയ്യാനാണ്. ഏത് മില്ലാണ് ആരൊക്കെ കൃഷി ചെയ്യേണ്ടതെന്ന് അറിയാനും കൂടിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈസ പെട്ടെന്ന് കിട്ടാനൊക്കെ ഒരു സാഹചര്യം ഉള്ള ബാങ്കുകൾ വയ്ക്കുക. ഇപ്പം ഞാനിപ്പോൾ വയ്ക്കുന്നത് നമ്മുടെ കഴിഞ്ഞ തവണ വെച്ചത് നമ്മുടെ തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കാണ്. അപ്പോൾ ഇത്തവണയും അത് തന്നെ വയ്ക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി കേരള ബാങ്ക്. അതുകൊണ്ട് എനിക്ക് 3 ദിവസം കൊണ്ട്
എനിക്ക് കാശ് കിട്ടി. മറ്റുള്ള ബാങ്കുകൾ കിട്ടണമെന്ന് മോശമാണെന്നല്ല പറയണേ, നാഷണലൈസ്ഡ് ബാങ്കുകൾ കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി വൈകും, ഇത്രേ ഉള്ളൂ. ഞാനിപ്പോൾ അടുത്ത് വന്നിട്ട് 2-3 ദിവസമായി, കാരണം ഇത്തിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, നെല്ലൊക്കെ ചുമന്ന് തുടങ്ങുമ്പോൾ ഒരു സന്തോഷമാണ്. ഇത്തവണ വിത്ത് മാറിയെന്ന് പറഞ്ഞല്ലോ, വിത്ത് മാറിയപ്പോൾ ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തത്. ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഒരു പൊന്മണി ശ്രേയയും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് ഒരു വളവും ഒരു മരുന്നും നമുക്ക് ഒഴിവാകും. പിന്നെ അത്ര ദിവസം നമ്മൾ വായു പിടിച്ച് നിൽക്കണ്ടല്ലോ. പിന്നെ അടുത്ത വിള ഇറക്കണമെങ്കിൽ നമുക്കത് ഉപകാരപ്പെടണം. അതിനാലാണ് വീണ്ടും ഇങ്ങനൊരു വിത്തിടാന്ന് വിചാരിച്ചത്. പൊന്മണി മോശമല്ല, നല്ല വിളവുള്ള നെല്ലാണ് കേട്ടോ. പക്ഷെ 150 ദിവസം വരും. ഇത് നമ്മളെ മരുന്ന് കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുഴപ്പമാണ്. നമ്മുടെ ശ്രേയയ്ക്ക് ഭയങ്കര ഇലച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പേടിച്ചു. അപ്പോൾ ഈ ഇല ചുരുട്ടിപ്പുഴു ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റി. അപ്പോൾ ഓക്കേ.